ഇത് ഈ ചില ചാനലുകൾ എന്നോട് ചോദിച്ചേ, ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണോ? നല്ല, ദേവസ്വം ബോർഡിന്റെ മിടുക്കാണ്. ദേവസ്വം ബോർഡിന്റെ വീഴ്ച എങ്ങനെയാവും? ദേവസ്വം ബോർഡിന്റെ വീഴ്ച, ദേവസ്വം ബോർഡിന്റെ പരാജയമൊന്നുമല്ല, ദേവസ്വം ബോർഡിന്റെ വിജയമാണ്. ഇത്ര നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുന്ന ഒരു സാധനം അടിച്ചു മാറ്റാൻ അവർക്ക് കഴിയും. ഞാനൊക്കെ ചാനൽ ചർച്ചകളിൽ ആദ്യ 2 ദിവസമൊക്കെ ഇരുന്നപ്പോഴേ വളരെ മൃദുവായിട്ടാണ് നിലപാടെടുത്തത്. എന്നെ 1-2 പേര് വിമർശിച്ചു. കാര്യം സത്യം പറയട്ടെ, അങ്ങനെ മോട്ടിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും വിചാരിച്ചത് എന്താ, എന്തെങ്കിലും എറർ സംഭവിച്ചു കാണും. പോയപ്പോൾ ഒരാളുടെ ഒപ്പ് മേടിക്കാൻ മറന്നു കാണും. 2019 അല്ലേ, ഒരാളുടെ കൈ കൊടുത്തു വിട്ടു. ശരിയല്ല കേട്ടോ, ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത്, ചെയ്തത് ശരിയല്ല, കുറച്ചുകൂടെ സീരിയസ് ആയി നിങ്ങൾ നോക്കണം, ഇതിന്റെ ഒരു പ്രൊസീജിയർ എറർ സംഭവിച്ചു, ഇത്ര ലാഘവത്തോടെയാണോ അയ്യപ്പന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മളാരും അത്രയും കള്ളന്മാരല്ല. അതുകൊണ്ടാണ് നമുക്ക് കടന്നു ചിന്തിക്കാൻ പറ്റാത്തത്. ഇവന്മാര് മോട്ടിച്ചതാണെന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. കൺമുമ്പിലിരിക്കുന്ന സാധനം, ശ്രീകോവിലിന്റെ ഫ്രണ്ടിൽ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ലെവലുണ്ടല്ലോ, ആ ചിന്തിക്കാൻ കഴിയുന്ന ലെവലിനപ്പുറമുള്ള കള്ളന്മാരാണ്